ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ടോക്കൺ പോക്കറ്റ് വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഐ ഹാവ് ആൻ അക്കൗണ്ട്, അതിൽ നോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഐ ഹാവ് ആൻ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 12 വേർഡ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് കീ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു വാലറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഐ ഹാവ് ആൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ, അതായത് വേറെ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് വാലറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നില്ല. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ HD വാലറ്റ്, മൾട്ടി സിങ്ക് വാലറ്റ്, അതുപോലെ തന്നെ പേപാൽ ഹാർഡ്വെയർ വാലറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ നെറ്റ്വർക്ക് ആയിട്ടുള്ള വാലറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാലറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ OPBNB എന്ന് പറയുന്ന ഇതിൻ്റെ വാലറ്റ് എടുക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ OPBNB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BNBൻ്റെ വേറൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് വളരെയധികം ഫീ കുറവാണ്. അതായത് നെറ്റ്വർക്ക് ഫീ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കുറവാണ്. പക്ഷേ OPBNBൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BNBൻ്റെ സെയിം റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ വേറെ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ OPBNBൻ്റെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ നെറ്റ്വർക്കിലാണെങ്കിൽ സെപ്പറേറ്റ് വാലറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും OPBNB ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് വാലറ്റ്, സിങ്ക് വാലറ്റ്, കോൾഡ് വാലറ്റ്, വാച്ച് വാലറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. ക്രിയേറ്റ് വാലറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ BNB1 എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് പേരും കാര്യങ്ങൾ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, ഒരു ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റിറ്റഡ് 1 2 3 4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുക. പിന്നെ ഹിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്, അത് ഓപ്ഷനിലാണ്, അതൊന്നും കൊടുക്കൊന്നും വേണ്ട. അതിനുശേഷം ഇവിടെ റീഡ് ആൻഡ് എഗ്രി വിത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾക്കൊരു 3 സംഭവം ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ടാവും, സാധാരണ വാലറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് മ്യോണിക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം ഇല്ലേ, അതായത് ഈ 12 വേർഡ്സ് അത് നിങ്ങൾ എവിടെയെങ്കിലും കോപ്പി ചെയ്തിടുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടെങ്കിലും നിങ്ങൾ സെക്യൂർഡ് ആക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു 12 വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് പേജിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് ബാക്കപ്പ് വെരിഫൈ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു വേർഡ്സ് ഇല്ല, അത് ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മലാണ്. പിന്നെ രണ്ടാമത്തത് ഫീച്ചർ, മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ഡീൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡഗ്ഗാണ്. പിന്നെ ഹീറോ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം സെലേറി വരുന്നുണ്ട്. പിന്നെ ഏഴാമത്തെ വരുന്ന എയർപോർട്ട്. പിന്നെ റിന്യൂ, ഇഞ്ചറി, പിന്നെ കൺവീൻസ്, അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ്, അത് കഴിഞ്ഞിട്ട് പ്രൈഡ്. ഓക്കെ, അപ്പോൾ 12 വേർഡ്സ് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന 12 വേർഡ്സ് എന്ത് ചെയ്യുക, റിക്കവറി ഫ്രേസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം OPBNBൻ്റെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെയിം BNBൻ്റെ പ്രൈസ് തന്നെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാലറ്റ് നിങ്ങളുടേതായിട്ടുള്ള ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടോക്കൺ പോക്കറ്റിൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മൾട്ടി സിങ്ക് ആയിട്ടുള്ള രീതിയിൽ മൾട്ടി സിങ്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.